പിന്നെയും പിന്നെയും ആരോ ആരോ ആരോ. നല്ല വെയിൽ വന്നു നോക്കി സാച്ചുമ്മ. പാവം ഇങ്ങനെ കാണുമ്പോ ഒരു കിരിക്കാടൻ ജോസും അല്ല. ഇല്ലേ വെളുക്കാൻ തേച്ചത് പാണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് നല്ല കുപ്പടായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കതിനെ ശക്തമായി തേച്ചൊരച്ച് കുളിപ്പിക്കണം. തൽക്കാലം ജയ് ഹനുമാൻ. ഹായ് ഗൈസ് ആൻഡ് വെൽക്കം വൺസ് അഗൈൻ ടു ഒരു സിഡ്നി മലയാളി. എല്ലാവരും സുഖമല്ലേ? നമ്മളെല്ലാവരും ഇവിടെ സുഖമായിരിക്കണു. കണ്ണും പൊത്തി എന്താണ് ഞാൻ ഗോഷ്ടി കാണിക്കണമെന്ന് വിചാരിച്ചാൽ പുലർച്ചെ എടുത്ത് തുടങ്ങുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. എൻ്റെ ബാക്കിയുള്ള പഴയ കുറച്ച് വീഡിയോസ് കണ്ട് ചിലരൊക്കെ ചോദിച്ചിരുന്നു ഒരു ഡേ ഇൻ മൈ ലൈഫ് വർക്കിംഗ് ഫ്രം ഹോം ഉള്ളൊരു ദിവസത്തിൽ നിന്ന് കാണിച്ചു തരുമെന്ന്. അങ്ങനെ എടുത്ത് തുടങ്ങിയൊരു വീഡിയോ ആണ്. കണ്ണിന് ചെറുതായിട്ടൊരു പണി കിട്ടിയിട്ടുണ്ട്. ഐ ഡ്രോപ്സ് ഒക്കെ ഇട്ടിട്ടാണ് നമ്മളിപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ തുടങ്ങുന്നത്. വലിയ കുഴപ്പമില്ല, തണുപ്പുകൊണ്ടുണ്ടായ ഒരു അലർജി, ദാറ്റ്സ് ഓക്കെ. അപ്പോൾ എൻ്റെ ഒരു ലോങ് ഡേ ഇൻ മൈ ലൈഫ് വെൻ ഐ എം വർക്കിംഗ് ഫ്രം ഹോം എങ്ങനെയാണ് ഞാൻ മാനേജ് ചെയ്യണതെന്നൊക്കെ കാണിക്കാനാണ് ഈ ഒരു വീഡിയോ കേട്ടോ. സോ ഐ ഹോപ്പ് യു ഓൾ എൻജോയ് വാച്ചിങ് ദിസ്. സോ യാ, പറയണ മാതിരി പ്ലീസ് കീപ് വാച്ചിങ്. വർക്ക് ഫ്രം ഹോം ഉള്ള ദിവസം യൂഷ്വലി എനിക്ക് ഇത്ര രാവിലെ എണീക്കേണ്ടി വരാറില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എടുത്ത് തുടങ്ങുന്ന ദിവസം രാവിലെ 5 മണിക്കാണ് ഞാൻ എണീറ്റിട്ട് എല്ലാം പരിപാടികളും തുടങ്ങണേ. എന്താണ് കാര്യം എന്ന് വെച്ചാൽ, ഞാൻ വർക്ക് ചെയ്യുന്ന ടീമിൽ മെമ്പേഴ്സൊക്കെ കുറേ പേര് വേറെ കൺട്രീസിലാണ്, അതായത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ UK, US, കാനഡ, യൂറോപ്പിലൊക്കെ ഉള്ള കുറച്ച് ടീം മെമ്പേഴ്സ് ഉണ്ട്. അപ്പം നമുക്കെല്ലാവരും ഒരേ ടൈം സോൺ അല്ല. അതുകൊണ്ട് വൺസ് എ വീക്ക് അല്ലെങ്കിൽ വൺസ് എവറി ഓൾട്ടർനേറ്റ് വീക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കാച്ചപ്പ് മീറ്റിംഗ് പോലെ നമ്മൾ ചെയ്യും. ഇന്ന് നമുക്ക് ആ മീറ്റിംഗ് ഉണ്ട്. 6 o'clock ഓസ്ട്രേലിയൻ ടൈം, സിഡ്നിയിലത്തെ ടൈം ആ മീറ്റിംഗ് ഉള്ളത്. അതുകൊണ്ടാണ് കേട്ടോ നേരത്തെ നീറ്റിരിക്കണേ. വെളിച്ചൊന്നും ആയിട്ടില്ല, നല്ല തണുപ്പുണ്ട്. ഞാൻ ഇത്രയും അങ്കിൾ വണ്ണനെ പോലെ നിൽക്കുന്നത് എൻ്റെ മേത്ത് നിറച്ച് ലെയേഴ്സാണ് കേട്ടോ. നല്ല തണുപ്പുണ്ട്. ഏതായാലും രാവിലെ എനിക്കതല്ലേ, സാനുവിനും സുനിലിനും സാഷുവിനും ഒക്കെ ഒന്ന് പോകാണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സാധനങ്ങളും പാക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് തൽക്കാലം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വയ്ക്കണമെന്ന് മാത്രം. ഇനി വേണം എനിക്കൊന്ന് ഉണരാൻ കുറച്ച് കാപ്പി കുടിക്കാൻ. എനിക്ക് എൻ്റെ കോഫി ഒരു നല്ല ചൂടോടെ കുടിക്കാൻ തന്നെ കേട്ടോ ഇഷ്ടം. എന്നാലും എനിക്കൊന്ന് ഉണരാൻ പറ്റൂ. കോഫി ഇട്ടിട്ട് ഷുഗറും ഇട്ട് നല്ല തിളച്ച വെള്ളവും പിന്നെ അതിലേക്ക് ഒരു ഇത്തിരി കോൾഡ് മിൽക്ക് ഒഴിച്ചിട്ട് അങ്ങനെ കേട്ടോ എനിക്ക് എൻ്റെ കോഫിയുടെ ഒരു പ്രിഫറൻസ്. ഓരോരുത്തർക്കും ഓരോ കോഫി പ്രിഫറൻസസ് അല്ലേ. ഞാൻ കുറേ കോഫീസൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്ത് അവസാനം ഇപ്പോൾ ഇതാണ് എൻ്റെ ഒരു അഡിക്ഷൻ കേട്ടോ. ഇതല്ലാണ്ട് എനിക്ക് ഒന്നും പിടിക്കണമില്ല. രാവിലെ 5:45 ഇപ്പോൾ ഇതാ ക്ലോക്കിൽ സമയം കാണാം. നമ്മുടെ ഈ ലിവിങ് റൂമിൽ വെറും ഒരു ലാമ്പ് ലൈറ്റ് ഇട്ടിട്ട് എനിക്കിവിടെ വന്നിങ്ങനെ ഇരിക്കാൻ വലിയ ഇഷ്ടമാണ് കേട്ടോ. ഇറ്റ്സ് വെരി റിലാക്സിങ് ഫോർ മീ ബിക്കോസ് പിൻ ഡ്രോപ്പ് സൈലൻസ് ആയിരിക്കും. കണ്ണിനൊക്കെ ഒരു ഇത്തിരി സുഖമുള്ളതാണ് ഇങ്ങനെ ഒരു ഡിം ലൈറ്റ് എനിക്ക്. ഇവിടെ ഇരുന്നിട്ട് കുറച്ച് നമുക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ പരിപാടികളൊക്കെ ഒന്ന് കണ്ടു തുടങ്ങാം. ബിക്കോസ് 6 മണിയുടെ മീറ്റിംഗ് ആണ്. എന്നാലും എനിക്കൊന്നും ദേഹം ഒന്ന് അനങ്ങാൻ വയ്യ, മടിയായിട്ട് തണുപ്പ് കാലത്ത് കേട്ടോ. അതാണ് ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ നോക്കി കോഫിയൊക്കെ ഒന്ന് കുടിച്ചുമ്പോഴത്തേക്കും ഒന്ന് ഫുള്ളി ഉണരും വിചാരിക്കണു. ഇടയ്ക്ക് ഞാൻ സമയം നോക്കുമ്പോൾ ഇനി ഒരു 5 മിനിറ്റ് കൂടെ ഉള്ളൂ, മീറ്റിംഗ് ഇപ്പോൾ തുടങ്ങും. അല്ല, ആക്ച്വലി നല്ല ടീമൊക്കെയാണ്, എല്ലാവരോടും സംസാരിക്കാനൊക്കെ ഇഷ്ടം തന്നെയാണ്. പക്ഷെ രാവിലെ എൻ്റെടുത്ത് ചെയ്യുമ്പോഴേ അത്ര വലിയ രസമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ വർക്ക് ഫ്രം ഹോം ആണെങ്കിലും ഇങ്ങനത്തെയും കുറച്ച് പണികളൊക്കെ ഉണ്ട്. ഞാൻ മേളിൽ എൻ്റെ ഹോം ഓഫീസിലിരുന്നിട്ട് ഈ ഏർലി മോർണിംഗ് മീറ്റിങ്സ് ചെയ്യാറില്ല. ബിക്കോസ് ആ ഓഫീസിൻ്റെ നെക്സ്റ്റ് റൂം അഡ്ജസ്റ്റൻ്റ് റൂമിൽ തന്നെയാണ് സാഷുവും ഒക്കെ കിടക്കണേ. ആൻഡ് ഐ ഡോണ്ട് വാണ്ട് ടു വേക്ക് എനിബഡി. അപ്പം മേളിലിരുന്നിട്ട് ഞാൻ സംസാരിച്ചാൽ എല്ലാവരും ചിലപ്പോൾ ഉണരും. അത്രയും പെൻ ഡ്രോപ്പ് സൈലൻസ് അല്ലേ. അപ്പോൾ താഴെ വന്ന് ഞാൻ ഈ ഒരു ലിവിങ് സ്പേസ് ഉണ്ട്, വേറൊരു ലിവിങ് സ്പേസ് ഉണ്ട് നമ്മുടെ, അവിടെ വന്നിരുന്ന് ചില്ല് ചെയ്തിട്ട് ആണ് ഈ ഒരു മീറ്റിംഗ് ചെയ്യണേ. ബിക്കോസ് ഇറ്റ്സ് നോട്ട് ലൈക്ക് എ വർക്കിംഗ് ചെയ്യേണ്ട ഒരു മീറ്റിംഗ് അല്ലേ. വി ആർ ഓൾ ടോക്കിംഗ് അബൌട്ട് എന്താണ് നമ്മുടെ പ്രോജക്ട്സ്, എന്തൊക്കെയാണ് നമ്മൾ വർക്ക് ചെയ്യണത്, വാട്ട് ആർ എനി ഇഷ്യൂസ്, എനി റോഡ് ബ്ലോക്സ്, അങ്ങനെയൊക്കെ ഡിസ്കസ് ചെയ്യുക. ചില ദിവസങ്ങളിൽ നമ്മളൊരു ഫൺ ഓൺലൈൻ ഗെയിമൊക്കെ കളിക്കും. സോ ഇറ്റ്സ് മോർ ഓഫ് എ ഇൻട്രാക്ഷന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു മീറ്റിംഗ് ആണ്. അതുകൊണ്ടാണ് ഇത്ര രാവിലെ ഇരുന്നിട്ട് നമ്മളിതൊക്കെ ഇരുന്ന് ചെയ്യേണ്ടത്. അപ്പോൾ എനിക്ക് പിന്നെ കൗച്ചിലിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഐ ഡോണ്ട് നീഡ് മൈ മൗസ് പോലും വേണ്ട. അങ്ങനെ ഇരുന്നിട്ട് നമുക്ക് സംഭവമൊക്കെ ചെയ്യാം. അങ്ങനെ ഒരു 7:15 ആവാറായിട്ടോ മീറ്റിംഗ് ഒക്കെ ഒന്ന് കഴിഞ്ഞപ്പോൾ. എനിക്കാണെങ്കിൽ രാവിലെ എൻ്റെ ഉറക്കം മാറിയിട്ടില്ല. അപ്പോൾ ഒരു 7:30 തൊട്ടിട്ടൊക്കെ എനിക്ക് പിന്നെ ഓടിയാൽ മതി. അതിൻ്റെ ഉള്ളിൽ കിട്ടണ നാപ്പ് വിടാണ്ട് ഞാനൊരു കുട്ടി നാപ്പ് വന്നിട്ട് എടുക്കുകയാണ് കേട്ടോ. 7:30 ആകുമ്പോഴത്തേക്ക് ഇതാ പതുക്കെ വെളിച്ചൊക്കെ വന്നു തുടങ്ങി. വിൻ്ററൊക്കെ പതുക്കെ കഴിയാറാവണം ഓസ്ട്രേലിയയിൽ. എന്നാലും നല്ല തണുപ്പാണ്. ഈ കാണുന്ന വെളിച്ചൊന്നും വിശ്വസിക്കാൻ വയ്യ കേട്ടോ, തണുപ്പാണ്. പതുക്കെ ആദ്യം പോയിട്ട് സാനുമണീനെ എണീപ്പിക്കണം. ബിക്കോസ് അവൾക്ക് ഇനി റെഡി ആയിട്ട് നമുക്ക് സ്കൂളിലേക്കൊക്കെ പറഞ്ഞയക്കണ്ടേ. അവളൊന്ന് എണീപ്പിച്ച് വന്നതിന് ശേഷം വേണം ഇനി നമുക്ക് നമ്മുടെ ലഞ്ച് ബോക്സസും കാര്യങ്ങളൊക്കെ ഒന്ന് പാക്ക് ചെയ്യാൻ. ഇന്നിപ്പോൾ ഇവരെല്ലാവരും പോണ ദിവസം തന്നെയാണ് കേട്ടോ. സാനുവും സാഷുവും സുനിലും എല്ലാവരും പോകുന്നുണ്ട്. സാഷുവിന് അധികമൊന്നും നമുക്ക് പാക്ക് ചെയ്യാല്ല. അവളുടെ ഒരു വാട്ടർ ബോട്ടിലാണ് പാക്ക് ചെയ്യണ്ടു. ബാക്കിയെല്ലാം ഡേ കെയറുകാരെന്നെ സോർട്ട് ചെയ്യും. അവരെന്നെ
തന്നെ എല്ലാതും കൊടുക്കുകയൊക്കെ ചെയ്യും കേട്ടോ. സാനുവിന് ഞാൻ വാട്ടർ ബോട്ടിലും പിന്നെ അവളുടെ ലഞ്ചും പാക്ക് ചെയ്യും. പിന്നെ വേറെ ക്രഞ്ചൻസ് പ്രീസസ് എന്നൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. അതൊക്കെ ഇപ്പോൾ സാനുവിനെ കൊണ്ട് തന്നെ ഞാൻ ചെയ്യിപ്പിക്കണം. അത് നൈറ്റ് ബിഫോർ തന്നെ അവൾ ചിലപ്പോൾ എല്ലാം റെഡിയാക്കി വയ്ക്കും. പിന്നെ ലാസ്റ്റിൽ ബാഗിൽ അങ്ങോട്ട് കയറ്റുക വേണ്ടു, അത്ര തന്നെ ചെയ്യാനുള്ളൂ. സുനിലിനും പിന്നെ വാട്ടർ ബോട്ടിലും പിന്നെ സുനിലിന് ഞാൻ ഇന്നലെ രാത്രി ഉണ്ടാക്കിയ ഡിന്നർ അങ്ങനെ ഒരു ബോക്സിലൊക്കെ ആക്കി പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. ഇറങ്ങണ നേരത്ത് അതെടുത്തിട്ട് അവിടെ ഒരു പോക്ക് പോകാൻ വേണ്ടു. സുനിലും രാവിലെ ഇട്ടിട്ടുണ്ട് കേട്ടോ, മേളിലാണ് അയണിങ് ഒക്കെ ചെയ്യാണ്. സുനിലിൻ്റെയും പിന്നെ സാനുവിൻ്റെ യൂണിഫോം അയണിങ്ങും അതൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കണം ഒരു ഭാഗത്ത്. ആ നേരം കൊണ്ടാണ് ഞാൻ ഇവിടെ സാനുവിൻ്റെ ലഞ്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അവൾക്ക് വെജിറ്റബിൾസ് എങ്ങനെയെങ്കിലും ഞാൻ കഴിപ്പിക്കാൻ നോക്കുക. അപ്പോൾ ലഞ്ചിൻ്റെ കൂടെ ഞാൻ ക്യാരറ്റ്, ക്യൂക്കമ്പർ അങ്ങനത്തെയൊക്കെ ആയിട്ടൊക്കെ ഇപ്പോൾ പാക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ അവൾക്ക് യൂഷ്വലി സാൻഡ്വിച്ചസ് കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ടൈപ്പ് ഓഫ് സാൻഡ്വിച്ചൊക്കെ ആയിട്ട് കൊടുത്തയക്കും. സുനിത ഇറങ്ങി വന്നിട്ടുണ്ട്. എൻ്റെ കണ്ണ് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചിട്ടുള്ള ആ ഒരു ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുക. ഞാൻ എൻ്റെ പ്രാരാബ്ദം ഓഫ് മൈ കണ്ണ് കഥ പറഞ്ഞുകൊണ്ടിരിക്കുക. വേദനയുണ്ട്, കുറച്ചൊരു റെഡ് കളർ ഉണ്ട്, അങ്ങനെ ഒരു അലർജി വന്നതാണ് കേട്ടോ. അപ്പോൾ ആ നേരം കൊണ്ട് നമ്മൾ നമ്മുടെ പരിപാടിയൊക്കെ ഇവിടെ തീർത്തിട്ടുണ്ട്. സുനിലിനി കുറച്ച് പാത്രമൊക്കെ മോറിയിട്ട് വേണം സുനിലിന് റെഡിയാവാൻ കുളിച്ചിട്ടൊക്കെ. സാനുമണി എത്തിയിട്ടുണ്ട്. അവൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുക. ഈ ഒരു സമയം ക്വയറ്റായിട്ട് അവളുടെ കൂടെ കിട്ടും. ബിക്കോസ് സാഷു ഇപ്പോഴും ഉറങ്ങുകയാണ്. അവൾക്ക് ഇത്ര നേരത്തെ എണീക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ സ്കൂളിലെ കാര്യങ്ങളും എന്തൊക്കെയാണ് പരിപാടിയെന്നും ഒക്കെ സാനു പറഞ്ഞു തരിക. അവൾ ഇപ്പോൾ വലിയ കുട്ടിക്കായി സ്വന്തം ബസ്സൊക്കെ പിടിച്ചിട്ടൊക്കെ ആട്ടോ സ്കൂളിൽ പോകണേ. വി വെരി ലക്കി ദാറ്റ് വേ. നമ്മുടെ മുറ്റത്ത് തന്നെ ബസ് സ്റ്റോപ്പ് ഉണ്ട്. നേരെ മുറ്റത്തല്ല, ഒന്നങ്ങോട്ട് ക്രോസ് ചെയ്യാൻ വേണ്ടു. അപ്പോൾ അവളെ ആ ബസ് സ്റ്റോപ്പിലേക്ക് സുനിലും കൂടെ ആക്കും. ഇപ്പോൾ അപ്പുറത്തെ വീട്ടിൽ കുറച്ച് കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. അത് അവിടെ ഒരു ട്രക്ക് കേട്ടോ. അതർവൈസ് അവൾക്ക് തന്നെ സുഖമായിട്ട് പോകാവുന്നതേ ഉള്ളൂ. പുറത്തൊക്കെ കണ്ടില്ലേ, നല്ല സണ്ണൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ സാനുവിന് ഈ സ്കേർട്ടൊക്കെ മതി, ഞാൻ അധികം തണുക്കൊന്നുമില്ല. എനിക്കൊക്കെ ഭയങ്കര തണുപ്പാട്ടോ. ബസ്സും കയറി സാനു തന്നെ പോയിക്കോളും. സോ ദാറ്റ്സ് റിയലി എ ബിഗ് റിലീഫ് ഫോർ അസ്. ഞാൻ ലാപ്ടോപ്പൊക്കെ ഒന്ന് എടുത്തിട്ട് വരിക കേട്ടോ. ബിക്കോസ് അവിടെ വെച്ചിരുന്നു. ഞാൻ രാവിലെ മീറ്റിങ്ങൊക്കെ അപ്പുറത്തല്ലായിരുന്നു ചെയ്തത്. ഇതൊക്കെ ഒന്നുകൂടെ കൊണ്ടുപോയിക്കട്ടെ. ഇനിയാണ് നമുക്ക് അടുത്ത കഠിനാധ്വാനമുള്ള പണി ചെയ്യാനുള്ളത്. നമുക്ക് നമ്മുടെ കീരിക്കാടൻ ജോസ് സാശുമാനെ എണീപ്പിക്കാണ്ട്. ഇനി അതിന് രാവിലെയൊക്കെ ഇങ്ങനെ പുതച്ച് മൂടി തണുപ്പത്ത് സുഖിച്ച് ഇങ്ങനെ കിടന്നുറങ്ങാൻ വലിയ ഇഷ്ടമാണ് കേട്ടോ. ഇപ്പം അതിനെ പോയിട്ടൊന്ന് എണീപ്പിക്കുക വെച്ചാൽ ഒരു ചടങ്ങാ. അതിനെ എണീക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല, പാവം തോന്നും. ചില വല്ലാത്ത തണുപ്പുള്ള ദിവസമൊക്കെ ആണെങ്കിൽ ഞാൻ പതുക്കെ എണീപ്പിക്കും കേട്ടോ. ഒരു 10 മണിക്കൊക്കെ പതുക്കെ അതിൻ്റെ ഇഷ്ടത്തിന് അത് എണീറ്റിട്ട് ഞാൻ തന്നെ ലേറ്റായിട്ട് പതുക്കെ കൊണ്ടാക്കും കേട്ടോ. വർക്ക് ഫ്രം ഹോം ആകുമ്പോൾ അങ്ങനെയും കുറച്ച് സൗകര്യങ്ങളുണ്ടല്ലോ. ആൻഡ് വേഗം പിക്ക് ചെയ്യുകയും ചെയ്യാം. ഏറ്റവും കുറവ് ടൈം ആ ഡേ കെയറിൽ ഇവളുടെ റൂമിൽ സ്പെൻഡ് ചെയ്യണത് അവളാണ്. എന്താ ഉറക്കം. എന്നാലും എൻ്റെയും സുനിലിൻ്റെ ഇടയിൽ സുഖിച്ച് കെട്ടിപ്പിടിച്ചിട്ടൊക്കെയാണ് അത് കിടന്ന് ഉറങ്ങിയിരുന്നത്. ഒരു തുമ്പത്തുണ്ട്, കാണിച്ചു തരാം. ഗുഡ് മോർണിംഗ് സാഷിമ. സാഷിമ, കുട്ടി സാഷിമ, ഡേ കെയർ പോണ്ടേ സാഷിമ? അത് ഉറങ്ങണണ്ട. അയ്യോ പാവം. ഇങ്ങനെ കാണുമ്പോൾ ഒരു കിരിക്കാടൻ ജോസും അല്ല, പാവം. ഈ പള്ളി ഉറക്കത്തു നിന്ന് എണീക്കുമ്പോഴാണ് അതിൻ്റെ തനിരൂപവും സ്വഭാവവും പുറത്തേക്ക് വരിക. എൻ്റെ കണ്ണ് ഉറക്കാത്ത മാതിരിയാണ് തോന്നുന്നത്. പക്ഷെ ആക്ച്വലി ആ ഇൻഫെക്ഷൻ കാരണമാണ് കേട്ടോ. സാച്ചിപ്പൂ, സാനു വെൻ ടു സ്കൂൾ. സാഷിമാന് പോണ്ടേ? നീക്കണ്ടേ നമ്മനി? വേണ്ടേ കുഞ്ഞിന്? അയ്യോ പാവം. നല്ല വെയിൽ വന്നു നോക്കിയ സാച്ചിമ്മ. നൈസ്, we got some sun today. കുഞ്ഞ, നീ ബെഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്യട്ടെ. ഇവിടെ കുഞ്ഞപ്പൻ നീക്കട ബാബു. കീരി, ജോസ്, കമോൺ. വില്ലു, കമോൺ. വീരപ്പൻ, നീ ഇതിനൊന്ന് പോയിട്ടേ പല്ലൊക്കെ തെപ്പിക്കട്ടെ. നമുക്ക് എൽസാന ബ്രഷ് എടുക്കണ്ടേ? വേണ്ടേ? ഞങ്ങളെ ഡയപ്പറൊക്കെ ഒന്ന് മാറ്റിച്ച് അപ്പോഴത്തേക്ക് സോണിലൊന്ന് കുളിച്ച് റെഡിയായി വരുമ്പോഴത്തേക്ക് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒന്ന് കൊടുത്ത് പല്ലൊക്കെ തേപ്പിച്ച് റെഡിയാക്കി പിന്നെ സോണിൽ അങ്ങനെ പോണ വഴിക്ക് കൊണ്ടാക്കുകയാണ് നോർമലി ചെയ്യാറ് കേട്ടോ. ഓക്കെ, ലെറ്റ്സ് ഗോ ഡു ദാറ്റ് സ്വീഡി. nappy change, brushy breakfast and get ready. Okay? ഇതാണ് കേട്ടോ സാഷുമായുടെ പുതിയ എൽസ ആൻഡ് ആന ഫ്രോസൺ തീംഡ് ടൂത്ത് ബ്രഷ്. ഇലക്ട്രിക് അല്ല, ബാറ്ററി ഓപ്പറേറ്റഡ് ആണ്. ബട്ട് ഇറ്റ്സ് ഗോട്ട് ദ മറ്റേ തന്നെ ചെയ്യുന്ന ആ സംഭവം ഇല്ലേ, ആ സംഭവം ബ്രഷ്, വാട്ട് എവർ ഇസ് കോൾഡ്, ഇലക്ട്രിക് അല്ല. Okay, let's wash your hands first. Yeah?
ഉണ്ണി കൈ കാണിച്ചു തരും അമ്മയ്ക്ക്. നമുക്ക് വാഷ് ചെയ്യാം. ഹാൻഡ് വാഷ്. ഓ കിനി മതിയായില്ലേടാ കണ്ണ, കിനി മതിയായില്ലേ കണ്ണ. രാത്രി മുഴുവനും കളിച്ച് നടക്കും, എന്നിട്ട് രാവിലെ എണീക്കുമ്പോൾ ഈ മുഖവും ആണോ. കയ്യേകൂ. എന്താ അമ്മ വീഡിയോ എടുക്കാണ്. ഓക്കെ, ഇങ്ങനെ കൈ വയ്ക്കൂ. അമ്മ ക്ലീൻ ഫേസ്. നമുക്ക് ബ്രഷ് ചെയ്യണ്ടേ? How do we do brushy? സാച്ചുമ്മ ഇങ്ങനെ ബ്രഷ് ചെയ്യാ. You wanna show how Sachu do brushy? ഈ വന്ന വലിയ സൗകര്യം കേട്ടോ, അതുകൊണ്ട് പല്ലേക്കാൻ വലിയ ശല്യമില്ല ഇപ്പൊ. Good job. Okay. Tasha, you want to show your arm and toothpaste? You have breakfast? Hi, bye-bye. ബ്രഷിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നാൽ ഒന്ന് ഉഷാറാവും കേട്ടോ ചെറുത്. അതുവരെ ഉള്ളൊരു ചെറിയ വാശിയും രാവിലെ എണീറ്റൻ്റെ ഒക്കെ. പാവം ചെറുതല്ലേ, അതിന് മുടിയൊക്കെ ഒന്ന് മാടിച്ച് ഇനി കെട്ടിക്കണം. എപ്പോഴും അതിന് ആ ടൂത്ത് ബ്രഷും ടൂത്ത് പേസ്റ്റും കയ്യിൽ പിടിക്കണം, എന്നാലേ അതിന് മനസ്സമാധാനം ഉള്ളൂ കേട്ടോ. പല ഏജ് കഴിഞ്ഞാലും ഈ സാധനമൊക്കെ കയ്യിൽ തന്നെ വേണം. ഞാൻ എൻ്റെ ലാപ്ടോപ്പ് അക്കൗണ്ട് വെച്ചിട്ടുണ്ട്, ബിക്കോസ് എന്തെങ്കിലും കേൾക്കാനുള്ള സാധനങ്ങൾ, എന്തെങ്കിലും വീഡിയോസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് എനിക്കത് പ്ലേ ചെയ്താൽ എനിക്ക് കേൾക്കുകയും ചെയ്യാം, ചെറുതന്നെ റെഡിയാക്കുകയും ചെയ്യാം. ചെറുതല്ലേ, എനിക്ക് എപ്പോഴും ഒരു സങ്കടം തന്നെ രാവിലെ ഡേ കെയറിലൊക്കെ ആക്കുമ്പോൾ. പക്ഷെ അവളുടെ സോഷ്യൽ സ്കിൽസിലൊക്കെ അതിൽ എന്തൊരു ഇമ്പ്രൂവ്മെൻ്റ് അറിയോ വന്നിട്ടുള്ളത്. എനിക്ക് എൻ്റെ സൈഡിൽ തന്നെ ഇങ്ങനെ കൊണ്ടിരുത്തുകയും ചെയ്യാം, അതിൻ്റെ സൈഡിൽ കൂടെ ബ്രേക്ക്ഫാസ്റ്റും കൊടുക്കാം, അതിൻ്റെ കഥയും കേൾക്കാം. പോരാത്തതിന് എൻ്റെ ചെറിയ കുഞ്ഞു സാധനങ്ങളും എനിക്ക് ഈ സമയത്ത് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ കുട്ടി എന്തെങ്കിലും ഇമെയിൽസിന് റെസ്പോണ്ട് ചെയ്യുകയോ സ്ലാക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ നമ്മുടെ ഈ ഇൻറ്റേർണൽ കമ്മ്യൂണിക്കേഷൻ ചാനൽസിലൊക്കെ ഉള്ള എന്തെങ്കിലും റെസ്പോൺസസ് ഒക്കെ ചെയ്യാം. ചാച്ചുമാന് പോകാൻ ടൈം ആയോ? മോനെ ഓപ്പൺ ചെയ്യണോ? ഗരാജ് ഓപ്പൺ ചെയ്യണോ? മോനെ ഓപ്പൺ ദ ഗരാജ്. എങ്ങനെയാ തുറക്കുക? you can do it. ഒന്നും കൂടെ. Good job. അമ്മ ഷൂസ് ഇടാം കേട്ടോ. നമുക്ക് എൽസ ഷൂസൊക്കെ ഇട്ടില്ലേ സാഷമ്മ? ഗുഡ് ജോബ്. കരക്കര ഇങ്ങനെയാ കരക്കര, ഇങ്ങനെ കര. സാഷമ്മ ഇങ്ങനെ കര കരക്ക. അമ്മ ഡ്രൈവ് അല്ലടോ, അച്ഛ ഡ്രൈവ്. ആണോടോ? I love you so much, Ashu. അമ്മ പിക്കിന് വരാം. Bye, sweetie. I love you. I'll see you soon. Love you so much. Have a good day. Okay, bye. അവർ പോയി. ഇപ്പം നല്ല ബ്ലൂ സ്കൈ ഒക്കെ ആയിട്ടോ, കുറച്ച് വെയിലും തണുപ്പൊക്കെ ഇച്ചിരി കുറവുണ്ട്. അങ്ങനെ എല്ലാവരും ഇറങ്ങി. ഇനിയിപ്പോൾ മേ ഓർ മേരി തൻഹായി എന്നൊക്കെ പറയില്ലേ, ആ ഐറ്റമാണ്. പാട്ടൊന്നും പാടില്ല, തലയ്ക്ക് ഫുൾ വട്ടായിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് കബി പാടിയിരിക്കണമെന്നില്ല, പക്ഷെ ഒറ്റയ്ക്കാണ് ഇനിയിപ്പോൾ എനിക്ക് പതുക്കെ മുകളിൽ പോയി എൻ്റെ പ്രോപ്പർ ഓഫീസ് സ്പേസിലിരുന്നിട്ടൊന്ന് ജോലി ചെയ്യാം കേട്ടോ. ഇത്രയും നേരം താഴെ തന്നെയായിരുന്നു. രാവിലെ 5 മണിക്ക് എണീറ്റ് താഴെ എത്തി. ഇപ്പോഴാണൊന്ന് ആക്ച്വലി മര്യാദയ്ക്ക് വർത്താനം പറയാൻ പറ്റുന്നത് കേട്ടോ. രാവിലത്തെ ഓട്ടം കണ്ടില്ലേ, നല്ല ബിസിയാണ്. ഇറ്റ്സ് ക്വൈറ്റ് ബിസി. ഓക്കെ, അപ്പോൾ ഞാനിനി എൻ്റെ കണ്ണിലത്തെ മെഡിക്കേഷനും ലാപ്ടോപ്പും ഫോണ് എയർപോഡ് ഇനി എന്തൊക്കെ ഇവിടെ നിന്ന് എടുക്കാണ്ട്, ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എന്തെങ്കിലുമൊക്കെ എനിക്ക് വിശക്കുമല്ലോ, ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി വരേണ്ട വെച്ചിട്ട് ഫുഡ് ഒക്കെ എടുത്തിട്ട് വേണം ഇനി മള്ളിട്ട് പോകാൻ. ലെറ്റ്സ് ഗോ. ഓക്കെ, മള്ളു വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് ആക്ച്വലി എൻ്റെ ഓഫീസ് സ്പേസ്. ഇവിടെയാണ് എൻ്റെ ഹോം ഓഫീസ്. ഇവിടെ ഇരുന്നിട്ടാണ് ഞാൻ എൻ്റെ വർക്ക് ഫ്രം ഹോം പരിപാടികളൊക്കെ ചെയ്യാറ്. ക്യൂട്ടൊരു സ്പേസാണ്, വെരി മാസീവ് സ്പേസ് ഒന്നുമല്ല, ബട്ട് ഐ ലൈക്ക് ദിസ് ഏരിയ. ഇവിടെ എൻ്റെ സ്ക്രീൻസും എൻ്റെ ചെയർ, മൈ ലിറ്റിൽ ഹീറ്റർ അടിയിൽ, പിന്നെ എനിക്ക് വേണ്ട കുറേ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ സാധനങ്ങൾ, ഇടയ്ക്കൊന്ന് ചില്ല് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു കൗച്ചുണ്ട്, ഫുഡ് വേറെ ഐറ്റംസ് വെക്കാൻ അവിടെ ഒരു ബാർ ഫ്രിഡ്ജ് ഉണ്ട്. പെട്ടെന്ന് അങ്ങനെ എല്ലാവരും പോയാൽ ഭയങ്കര ക്വയറ്റ് ആവും. അപ്പോൾ ചില സമയത്ത് ഞാൻ ഈ ടി വിയിൽ എന്തെങ്കിലും പാട്ടോ ഒറ്റ വെക്കും കേട്ടോ, അങ്ങനെ ഇരിക്കാറുണ്ട്. ബട്ട് വിൻറ്റേഴ്സിൽ എനിക്ക് ആക്ച്വലി മുകളിലിരുന്ന് വർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ബിക്കോസ് ഈ ഷട്ടേഴ്സൊക്കെ കൊണ്ട് തുറന്ന്
വന്നാണ്ടല്ലോ നല്ല വെയിലും വെളിച്ചമൊക്കെ വരും. ആൻഡ് എന്തെങ്കിലും 1-2 വണ്ടികൾ പോണ ശബ്ദമെങ്കിലും കേൾക്കാമല്ലോ. ഭയങ്കര ക്വയറ്റാ. ഇപ്പം അപ്പുറത്ത് കൺസ്ട്രക്ഷൻ നടക്കുന്നതുകൊണ്ട് നല്ല ശബ്ദമുണ്ട് കേട്ടോ. ബട്ട് വർക്ക് ഫ്രം ഹോമിൻ്റെ കോൺസ് അതുകൊണ്ട് വയ്ക്കട്ടെ. കോൺസ് പറയാന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചിരുന്നു ആർക്കാണ് ഇതിനെ കുറിച്ചിട്ടൊരു കോൺ ഉണ്ടാവുകയെന്ന്. പക്ഷെ കുറേ പേർക്ക് ഉണ്ട്. എനിക്കറിയണ കുറേ ഫ്രണ്ട്സ് തന്നെ ഉണ്ട് ഹു ഡോണ്ട് ലൈക്ക് വർക്കിംഗ് ഫ്രം ഹോം. ആൻഡ് ദാറ്റ്സ് ബേസിക്കലി അവർ ഓരോരുത്തരുടെ പേഴ്സണാലിറ്റിയുടെ ട്രേറ്റും കൂടിയാണ്. ചിലർക്കൊന്നും ഇങ്ങനെ ഒറ്റപ്പെട്ട് ഇരിക്കാൻ ഇഷ്ടമല്ല, സോഷ്യലി ഇൻട്രാക്ട് ചെയ്യണം. എനിക്കും സോഷ്യലി ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു ടൈപ്പാണ് ഞാൻ. എനിക്കങ്ങനെ ഒറ്റപ്പെട്ടിരിക്കാൻ ഇഷ്ടമല്ല. അതാണ് അങ്ങനെ ഒച്ചയോ പാട്ടോ എന്തെങ്കിലുമൊക്കെ വെക്കണേ. ബട്ട് എനിക്ക് സോഷ്യൽ ഇൻട്രാക്ഷൻ അതല്ലാണ്ട് ഇവിടെ ഉണ്ട്, അതുകൊണ്ട് ഒരു ബെനിഫിറ്റ്. സെക്കൻഡ്ലി ഞാൻ വല്ലാണ്ട് വർത്തമാനം പറയുന്ന ആളായതുകൊണ്ട് ഓഫീസ് പോയിട്ട് പണി നടക്കില്ല. എല്ലാവരോടും ഞാൻ സംസാരിക്കും, അല്ലെങ്കിൽ എല്ലാവരും എന്നോട് വന്ന് സംസാരിക്കും. ശ്രു, ഹൗ ആർ യു, ഹൗ ഇസ് യുവർ വീക്കെൻഡ്, വാട്ട് ഹാപ്പൻ, ലോങ് ടൈം എന്നൊക്കെ പറഞ്ഞ് കഥ തുടങ്ങും. പണി നടക്കില്ല. എൻ്റെ പണി നടക്കണമെങ്കിൽ എനിക്ക് വീട്ടിൽ തന്നെയാണ് കേട്ടോ. ആൻഡ് ഐ ഹാവ് ദ ഓപ്ഷൻ, ഫ്ലെക്സിബിൾ ഒരു റോൾ ആയതുകൊണ്ട് തന്നെ എനിക്ക് 9 to 5 തന്നെ ഫിറ്റ് ആക്കണം എന്നില്ല. എൻ്റെ ജോബ് ഐ ക്യാൻ ഫിനിഷ് എനി ടൈം. ഏർലി ആക്കാം. ചില ദിവസങ്ങളിൽ ഞാൻ രാത്രി ഭക്ഷണം കഴിഞ്ഞ് ഡിന്നറിന് ശേഷമൊക്കെ ഇരിക്കാറുണ്ട്. സോ ദാറ്റ്സ് എ ഗുഡ് ഫ്ലെക്സിബിലിറ്റി. കുട്ടികളൊക്കെ ഉള്ളവർക്ക് അത് ഐ തിങ്ക് ദാറ്റ് റിയലി ഹെൽപ്സ്. എൻ്റെ ഒരു പഴയ മാനേജർ ഉണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്. അവർ വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യാറില്ല. അവർ സിംഗിളായിരുന്നു. ഷീ വാസ് നോട്ട് മാരീഡ്, ബോയ് ഫ്രണ്ട് ഇല്ലായിരുന്നു, കിഡ്സ്, പെറ്റ്സ് ഒന്നുമില്ലായിരുന്നു. ഒരു ചെറിയ അപ്പാർട്ട്മെൻറ്റ് ഓഫീസിൻ്റെ നേരെ മുമ്പിൽ തന്നെ വാങ്ങി അവിടെ താമസിച്ച് ജീവിക്കുകയായിരുന്നു. അപ്പോൾ ദെൻ ആരോടും മിണ്ടാനൊന്നുമില്ല. അപ്പോൾ എന്നും രാവിലെ തന്നെ ഓഫീസിലെത്തി അങ്ങനെയൊക്കെയായിരുന്നു അവർ കേട്ടോ. അപ്പം അത് ഓരോരുത്തരുടെ ഇഷ്ടം. എനിക്ക് ഐ ഡോണ്ട് മൈൻഡ്. ബട്ട് നമ്മൾ ഈ ട്രാവലും ഒക്കെ ആലോചിക്കുമ്പോൾ വിത്ത് കിഡ്സ് ആൻഡ് സ്റ്റഫ് നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഉള്ളതാണ് എനിക്ക് ഭയങ്കര ബെനിഫിഷ്യൽ കേട്ടോ. ആൻഡ് ഇറ്റ് റിയലി ഹെൽപ്സ് നമ്മുടെ അതൊന്നുകൂടെ വെക്കട്ടെ. ഇറ്റ് റിയലി ഹെൽപ്സ് അസ് ആസ് എ ഫാമിലി ആസ് വെൽ. ബിക്കോസ് ഞാൻ പറഞ്ഞിട്ടില്ലേ, സുനിലിന് വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ബിക്കോസ് ഹീ വർക്ക്സ് ഇൻ ദ ഹെൽത്ത് സെക്ടർ. മെഡിക്കൽ സയൻസിലുള്ള സെക്ഷനിലുള്ളവർക്കൊക്കെ നിവർത്തില്ല. ദേ ഹാവ് ടു ബി ഫിസിക്കലി പ്രസൻറ്റ്, റൈറ്റ്? അപ്പോൾ അങ്ങനത്തെയൊക്കെ ജോബ്സ് ഉള്ളവർക്ക് നിവർത്തിയില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ 2 കുട്ടികളൊക്കെ ഉണ്ട്, ഹോട്ടാണ്, നല്ല തിരക്കുള്ള ലൈഫ് സ്റ്റൈലാണ് എന്നൊക്കെ ഉള്ളതുകൊണ്ട് ദിസ് വർക്ക് ഫ്രം ഹോം ആണ് കേട്ടോ എൻ്റെ ഒരു ഏറ്റവും വലിയ ബെനിഫിറ്റ്. ഓക്കെ, ഞാനിനി എൻ്റെ കുറച്ച് പണിയൊക്കെ തീർക്കട്ടെ. ഞാനിപ്പോൾ അതെല്ലാം കണക്റ്റൊക്കെ ചെയ്തു. ഞാനൊരു ലാപ്ടോപ്പ് ചാർജർ മുകളിലും വയ്ക്കും, ഒരു ലാപ്ടോപ്പ് ചാർജർ അടിയിലും സ്പെയർ വയ്ക്കും. അപ്പോൾ ഞാൻ എവിടെയാണ് വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ അവിടെ ഇരുന്നിട്ട് കുത്താലോ വെച്ചിട്ട് കേട്ടോ. അപ്പോൾ സ്ക്രീൻസൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. എല്ലാം റെഡി. ഇനിയിപ്പോൾ എനിക്ക് കുറച്ച് പണിയൊക്കെ ചെയ്യട്ടെ. എനിക്ക് ആക്ച്വലി ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് കുറച്ച് മീറ്റിങ്സും തിരക്കൊക്കെ ഉള്ളത്. ബട്ട് ഉച്ചയ്ക്ക് ശേഷം എനിക്ക് വേറെയും കുറേ പരിപാടി ഉണ്ട്. ഇന്ന് സാനുവിനെ ഡാൻസിന് കൊണ്ടുപോകണം, ചെറുതിനെ പോയി പിക്ക് ചെയ്യണം, അതിന് ശേഷം ആൾ പോയി കുളിപ്പിക്കണം, അതിന് ശേഷം ഭക്ഷണം ഉണ്ടാക്കാണ്ട് രാത്രിത്തെ, പിന്നെ സാനുവിൻ്റെ രാത്രിയാകുമ്പോൾ ഡാൻസ് ക്ലാസ്സിന് പോയി പിക്ക് ചെയ്യണം. കുറേ ഓട്ടം ഉണ്ട്. ബട്ട് ദ ഗുഡ് തിങ് ഇസ് ഐ ഹാവ് എ നൈസ് മാനേജർ ആൻഡ് ഷീ ഓൾവേസ് ടെൽസ് മീ നമ്മളുടെ ഈ വർക്ക് ഇപ്പം ഇന്നും ചെയ്യേണ്ടത് ഇന്ന് തന്നെ ചെയ്തില്ലെങ്കിൽ ആർക്കൊന്നും സംഭവിക്കൊന്നുമില്ല. അതുകൊണ്ട് നോ സ്ട്രെസ് എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് നമ്മളെല്ലാവരും ജീവിക്കണേ, വിച്ച് ഇസ് സോ ഗുഡ്. എസ്പെഷ്യലി ഐ ടിയിലൊക്കെ അത്രയും പ്രഷറും സ്ട്രെസ്സും ഉള്ള ജോബ്സ് ഉള്ളവരുടെ ഒരു ഇടയിൽ ഇങ്ങനെയും ചിന്തിക്കാം എന്ന് ഞാൻ പഠിച്ചത് അവരുടെ നിന്നാണ് കേട്ടോ. സോ യു ലേൺ തിങ്സ് ഫ്രം ഡിഫറെൻറ്റ് പീപ്പിൾ. യാ, ഓൾറൈറ്റ്. അപ്പം ഞാൻ ഇനി കുറച്ച് പണിയൊക്കെ ചെയ്യട്ടെ കേട്ടോ. നമ്മുടെ ഇവിടെ സോളാർ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് കൊല്ലങ്ങളായി. ആൻഡ് ഇറ്റ്സ് ക്വൈറ്റ് ബെനിഫിഷ്യൽ ഓൾസോ. ബട്ട് എന്താ വെച്ചാൽ വെയിൽ നമുക്ക് സൺലൈറ്റ് വേണമല്ലോ. അത് നമുക്ക് ഈ വിൻ്ററിൻ്റെ സമയത്ത് കുറച്ച് മെനക്കെടാം എന്നിട്ടോടെ കുറച്ച് മെനക്കെടാണ് വിൻ്ററിൻ്റെ സമയത്ത് വെയിൽ കിട്ടാൻ. സോ വാട്ട് വി ട്രൈ ഡൂയിങ് ഇസ് പറ്റുന്നത്ര നമ്മളത് വെയിൽ യൂട്ടിലൈസ് ചെയ്യുക. സോ ദാറ്റ് വി ക്യാൻ മേക്ക് യൂസ് ഓഫ് ദാറ്റ് സോളാറിൻ്റെ സംഭവം. അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ ഞാൻ ഈ വീട്ടിൽ ഉള്ളത് ഇസ് എ ബിഗ് അനുഗ്രഹം. ബിക്കോസ് ഇതിപ്പോൾ വെയിൽ എപ്പോഴാണ് വരണേ വെച്ചാൽ നമുക്ക് ഓഫീസിൽ നിന്നും മൂടി വന്നിട്ട് ഇടാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ വീട്ടിൽ ഞാനുള്ളതുകൊണ്ട് ഇതാ ഇങ്ങനത്തെ കുറച്ച് സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. ഇടയ്ക്ക് എന്തെങ്കിലും മീറ്റിങ്സൊക്കെ ഒന്ന് കഴിഞ്ഞ് ഒന്നൊരു ബ്രേക്ക് എടുക്കണം എന്നുള്ളത് ഞാൻ വേഗം താഴെ വന്ന് ലോണ്ട്രി ഒന്ന് ഓൺ ചെയ്തിട്ടോ. ഓണാക്കിയില്ലേ? അപ്പോൾ ലോണ്ട്രി ഒന്ന് ഓണാക്കിയിട്ടാ ഞാൻ അവിടെ നടന്നോളൂല്ലോ. എന്തായാലും നമുക്ക് പതുക്കെ വന്നിട്ട് ഡ്രയറിലേക്ക് ആക്കി ഇടല്ലേ വേണ്ടു. സോ അങ്ങനത്തെയും കുറച്ച് സൗകര്യങ്ങളുണ്ട്. ആരും കൊതിക്കുന്നൊരാൾ വന്നു ചേരുമെന്നാരോ സ്വകാര്യം പറഞ്ഞതാവാം. പിന്നെയും പിന്നെയും ആരോ ആരോ
വേറൊരു ഗുണം കേട്ടോ, ആരും കേൾക്കാനില്ല എൻ്റെ സംഗീതം. ബാത്റൂം സിംഗിങ് ഞാൻ ചെയ്യുന്നുണ്ടെങ്കിലും പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പാട്ടും കേട്ടിട്ട് എനിക്ക് ജോലിയും ചെയ്യാമല്ലോ, അത് വലിയൊരു സൗകര്യമാണ്. അപ്പോൾ പിള്ളേരും എല്ലാവരും ഉള്ളപ്പോൾ ഒന്നും നടക്കില്ല കേട്ടോ. പോ ശബ്ദമായിരിക്കും ആ ചെറുത്. ഫുൾ ടൈം ആണെങ്കിൽ അമ്മ നോ സിംഗിങ് എന്ന് പറയും. അതുകൊണ്ട് പിന്നെ എനിക്ക് വർക്ക് ഫ്രം ഹോമിന് കൊണ്ടുള്ള വേറൊരു കാര്യം പാട്ടൊക്കെ പാടി നടക്കാം കേട്ടോ. ബട്ട് ഞാൻ അതിനെ പറയാൻ വന്നത്, ഇപ്പോൾ ഇതാ ഒരു മിഡ് ഡേ ആയിട്ടോ, 1 മണി ആവണു. എനിക്ക് ആക്ച്വലി 1 to 1:30 ഒരു ക്വിക്ക് മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ അതിപ്പോൾ ഇങ്ങോട്ട് ഫിനിഷ് ചെയ്തതിന് ശേഷം നമുക്കിനി പോയിട്ട് ലഞ്ച് കഴിക്കാം കേട്ടോ. ബിക്കോസ് നല്ല പൂര വിശപ്പ്. കാര്യം ഞാൻ ഇതൊക്കെ ചക്കാർത്തതും കായാർത്തതൊക്കെ എടുത്ത് തിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും ഇന്ന് കുറച്ചൊരു വിശപ്പുള്ള ദിവസം. സോ ഞാൻ ഈ വേഗം ഈ മീറ്റിംഗ് ഒന്ന് തീർക്കട്ടെ, ആൻഡ് ദെൻ ലെറ്റ്സ് ഗോ ഡൗൺ സ്റ്റെയർസ് ഫോർ ലഞ്ച്. ഈ വീട്ടിൽ ചെയ്യണതിൻ്റെ വേറൊരു ഗുണം എന്താ അറിയോ, നമ്മൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങി ഓർഡർ ചെയ്തു എന്ന് വിചാരിക്കും. ഓൺലൈൻ ഡെലിവറി ഒക്കെ ചെയ്യേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ അത് കളക്ട് ചെയ്യാനൊരു സൗകര്യമാണല്ലോ. നമുക്ക് ഡ്രൈവർ എത്തി, നമ്മൾ വീട്ടിലില്ല പോയി. ചിലർ നമ്മളെപ്പോഴും ഇൻസ്ട്രക്ഷൻസ് നമ്മുടെ വീടിന് മുമ്പിൽ വെച്ചോളൂ എന്ന് തന്നെ പറയാറ്. പക്ഷെ ചില സമയത്ത് പറ്റിയിട്ടുണ്ട്, വാല്യുബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ അവരോട് വെച്ചിട്ട് പോവില്ല. അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് ഞാൻ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. സോ എനിക്ക് നോട്ടിഫിക്കേഷൻ കിട്ടി ഡ്രൈവർ ഇപ്പോൾ ഇവിടെ എത്തുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ 5 മിനിറ്റിൽ എൻ്റെ മീറ്റിങ്ങും സ്റ്റാർട്ട് ചെയ്യും. അപ്പോഴാണ് ഈ സാധനവും നോട്ടിഫിക്കേഷനും വന്നത്. അപ്പോൾ കല്യാണം പാലുകാച്ചൽ കല്യാണം അങ്ങനത്തെ ഒരു ഇതിലാണ് നിന്നുകൊണ്ടിരിക്കണം. എന്തായാലും ഞാൻ താഴേക്ക് പോട്ടെ. അപ്പോൾ 2 ബോക്സ് ഉണ്ട് തോന്നുന്നു. അതങ്ങോട്ട് ഒന്ന് കളക്ട് ചെയ്ത് ഉള്ളി കയറ്റി വെച്ചിട്ട് പിന്നെ എനിക്ക് വേഗം അങ്ങോട്ട് ആ മീറ്റിങ്ങിലേക്ക് കയറാം. ഭക്ഷണമൊക്കെ ഞാൻ ഓൾറെഡി പുറത്ത് വെച്ചു കേട്ടോ. ഇന്നലെ രാത്രി തന്നെ ഞാൻ ഡിന്നറിന് ഉണ്ടാക്കിയ സാധനമാണ് ഇന്ന് ലഞ്ചിന് എടുക്കുക. ബിക്കോസ് ഇതിൻ്റെ ഇടയിൽ എനിക്ക് ഫുൾ ഭക്ഷണം ഉണ്ടാക്കാനൊന്നും ടൈം കിട്ടാറില്ല. സുനിലിൽ നിന്ന് എന്തായാലും ലഞ്ചേക്ക് കൊടുത്തയക്കും കൂടെ വേണമല്ലോ. അപ്പോൾ ഫുഡൊക്കെ ഇരിക്കുന്നുണ്ട്, കുറച്ച് ഫ്രൈഡ് റൈസും ചിക്കനും. അപ്പോൾ എനിക്ക് കഴിക്കാൻ അങ്ങനെ മുട്ടണം. ആ മീറ്റിംഗ് ആയിട്ട് വേണം കഴിക്കാൻ. Thank you very much. 2 boxes. I'll just get this. Thank you very much. പാവം അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും എന്തിനാ ഈ കുട്ടീസൊക്കെ വീഡിയോ എടുക്കണേ. ഓക്കെ, നമ്മുടെ കുറച്ച് 2 സാധനങ്ങളുണ്ട്, 2 പെട്ടി സാധനങ്ങൾ വന്നിട്ടുണ്ട്. ഒന്ന് ഉള്ളി കയറ്റി വെക്കട്ടെ, ഒരു മീറ്റിംഗ് ഇപ്പോൾ തുടങ്ങും. എൻ്റെ ദൈവമേ. ഓക്കെ ഗൈസ്, എൻ്റെ മീറ്റിംഗ് കഴിഞ്ഞു കേട്ടോ. എനിക്ക് ആക്ച്വലി ഒരു ഫോളോ അപ്പ് മീറ്റിംഗും കൂടെ ഉണ്ട് ഒരു 1/2 മണിക്കൂറിൽ. അപ്പോൾ അത് തുടങ്ങണതിന് മുന്നേ വേഗം നമുക്കൊന്ന് ലഞ്ച് കഴിച്ചെടുക്കാം. വേഗം ഞാൻ മനസ്സ് വെച്ചാൽ വേഗം ഒരു 10 മിനിറ്റിൽ തിന്ന് തീർക്കാവുന്നതേ ഉള്ളൂ. ബിക്കോസ് നല്ല വിശപ്പുണ്ട്. ഇതാട്ടോ ഫ്രൈഡ് റൈസും ചിക്കനും. ഇതൊന്ന് ചൂടാക്കി ഞാൻ മേളനെ കൊണ്ടുപോയി അവിടെ തന്നെ വേഗം കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതാവുമ്പോൾ പിന്നെ അവിടെ തന്നെ കയ്യും കഴുകി അപ്പം തന്നെ എൻ്റെ അടുത്ത മീറ്റിങ്ങിലേക്ക് കിടക്കാമല്ലോ. ഒട്ടും നമ്മൾ ടൈം വേസ്റ്റ് ആക്കരുത്. ഞാനും എൻ്റെ ഫ്രൈഡ് റൈസും തൈരും ചിക്കനും പപ്പടവും എല്ലാവരും കൂടി ഇനി മേലേക്ക് പോവാം. വേഗം ഒന്ന് കഴിക്കട്ടെ, അടുത്ത മീറ്റിംഗ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു കുട്ടി ബ്രേക്ക് എടുക്കാം. ആ സമയത്ത് വേണം എനിക്കൊന്ന് പോയി കുളിക്കാൻ. എനിക്കിനി വൈകുന്നേരം അല്ലെങ്കിൽ ഈ പിള്ളേരൊക്കെ വന്ന് ഓട്ടം ചാട്ടം കുറേ പരിപാടികളുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ ഒന്നും നടക്കില്ല. സോ ഞാനിവിടെ ഇരുന്ന് ഡെസ്കിലിരുന്നിട്ട് തന്നെ ഒന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് നോക്കുകയും ചെയ്യാം, ഇമെയിൽസൊക്കെ ഒന്ന് റീഡ് ചെയ്യാം. അറ്റ് ദ സെയിം ടൈം നമുക്ക് ഫുഡ് അടി നടക്കുമല്ലോ. ഓ മൈ ഗോഡ് ഗൈസ്, 1/2 മണിക്കൂറിൻ്റെ മീറ്റിംഗ് ആയിരുന്നു. കഴിഞ്ഞപ്പോൾ 3:15 വളരെ വളരെ ലേറ്റായി. ഭാഗ്യം ഞാൻ ഭക്ഷണം കഴിച്ചത്. എൻ്റെ ഈ മുഖത്ത് ക്ഷീണം എന്താ അറിയോ, കണ്ണിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ടാണ് കേട്ടോ. ഞാൻ കണ്ണാട വെച്ചെല്ലാം മറച്ച് വയ്ക്കാം, അപ്പോൾ അധികം അറിയില്ല. എനിവേസ്, ഇനിയിപ്പോൾ എനിക്കിപ്പോൾ കുളിക്കാൻ സമയമില്ല എന്തായാലും. ഇനിയിപ്പോൾ വൈകുന്നേരം പോയി വന്നിട്ട് തന്നെ നടക്കൂ. സാരുമണി ഇപ്പോൾ വരും, 3:30 ഉള്ളിൽ അവൾ എത്തും. അവൾ എന്നിട്ട് ഇപ്പോൾ ബസ്സൊക്കെ പിടിച്ചിട്ടാണ് വരേണ്ടത്. അപ്പോൾ ബസ്സൊക്കെ പിടിച്ച് ഇവിടെ എത്തി, സ്കൂൾ വിട്ട് ബസ് പിടിച്ച് ഇവിടെ എത്തി. നമുക്ക് ഇവിടെ എനിക്കിനി ഡാൻസ് ക്ലാസ്സിന് കൊണ്ടുപോകണം. അതിന് മുന്നേ ഞാൻ വേഗം ഒരു ഇത്തിരി കാപ്പി കുടിക്കട്ടെ കേട്ടോ, ഇത്തിരി ദാഹവെള്ളം. എനിക്ക് ചിരി വരിക. കാപ്പി ഞാൻ വേഗമാണ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ഇനി സാനു എത്തി നേരെ അവളെ ഡ്രോപ്പ് ചെയ്യണേ. സാനുവിന് ഡാൻസ് ക്ലാസ് ഒക്കെ ഉണ്ട്. അവളുടെ വെള്ളം ഞാൻ ഒന്ന് ഫില്ല് ചെയ്യട്ടെ. ഞാൻ അപ്പോഴും ആലോചിച്ച കാപ്പി കുടിക്കാൻ ചിലപ്പോൾ എനിക്ക് സമയം കിട്ടിയില്ല എന്ന് വരും. അതുകൊണ്ട് കപ്പലുണ്ടാക്കണ്ട, ഇങ്ങനത്തെ കീപ്പ് കപ്സ് ഉണ്ടല്ലോ, ഇതിലുണ്ടാക്കി അറ്റ്ലീസ്റ്റ് എനിക്ക് നമ്മൾ ഡ്രൈവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും കൂടെ കൊണ്ടുപോകാമല്ലോ. അങ്ങനെയൊക്കെയാണ് മോനെ ഓട്ടം, ചില്ലറ ഓട്ടമല്ല. എനിക്ക് ചിരി വരും ചില സമയത്ത്. എൻ്റെ ഐ വോണ്ട് ബി വാക്കിങ്, ഞാൻ ലിറ്ററലി ഓടിയിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതിൻ്റെ ഇടയിൽ കൂടെയാണ് ഞാൻ ഡ്രയറൊക്കെ കൊണ്ട് ഇട്ടു കേട്ടോ. ഒരു റൗണ്ട് ഇട്ടിരുന്നു, 2ാമത്തെ റൗണ്ടും കൂടെ കൊണ്ട് കയറ്റിയിരിക്കുകയാണ്. തുണിയുടെ ഒക്കെ കാര്യങ്ങളേ. ആ മീറ്റിംഗ് വല്ലാണ്ട് ലോങ് ആയി പോയി. എന്തായാലും എൻ്റെ കുളിയും കൂടെ അങ്ങോട്ട് ഫിറ്റ് ആക്കാമായിരുന്നു. ഇനിയിപ്പോൾ പോയി വന്നിട്ടൊക്കെ വേണം കുളി. അത് കഴിഞ്ഞിട്ട് ഒരു കണക്കിന് നല്ലതാണ്, ബിക്കോസ് സാശുവിനെ എനിക്ക് കുളിപ്പിക്കാണ്ട്. അവളെ ഡേ കെയറിന് കൊണ്ടുവരുന്നതല്ലേ, അവളെ കുളിപ്പിക്കാണ്ട്. അവളെ കുളിപ്പിച്ചാൽ നമ്മുടെ മേല് മുഴുവൻ നനയും. അപ്പോൾ ഒരു കണക്കിന് നമ്മൾ അവളുടെ കുളി കഴിഞ്ഞിട്ട് കുളിക്കുന്നതാണ്
കുറച്ചും കൂടെ ബെനിഫിഷ്യൽ സേഫ് ഓപ്ഷൻ. ഓക്കെ റൈറ്റ്, മൈ കാപ്പി ഈസ് റെഡി. രാവിലെ നേരത്തെ എനിക്കല്ലേ, അതാണ് എനിക്ക് ഇത്ര ഒരു ക്ഷീണവും ഉറക്കൊക്കെ ഇങ്ങോട്ട് തികയാത്തതിൻ്റെയൊക്കെ. ഓക്കെ ഓക്കെ, കാപ്പി ഈസ് ഗുഡ്. ലെറ്റ്സ് പാക്ക് ദിസ്. സാനുവിൻ്റെ വാട്ടർ ബോട്ടിൽ ഞങ്ങൾക്ക് വണ്ടി കയറ്റി വെക്കട്ടെ. അവൾ വരിക, അവളുടെ ഡാൻസിൻ്റെ കോസ്റ്റ്യൂം ഇടുക, അങ്ങനെ നമ്മൾ ഓടിട്ടോ. ഇവിടെ കെലിവിൽ തന്നെയാണ് അവളുടെ ഡാൻസ് ക്ലാസ്. 3 മണിക്കൂർ ഡാൻസാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് രാത്രി ഒരു 7 മണിയാകുമ്പോഴത്തേക്ക് അവളെ പോയി എടുക്കണം. അതൊക്കെയാണ് എൻ്റെ ഒരു അടുത്ത പരിപാടി. ബട്ട് ഞാൻ യൂഷ്വലി എന്താ ചെയ്യുക വെച്ചാൽ അവളെ ഡാൻസിന് ഡ്രോപ്പ് ചെയ്ത് തിരിച്ചു വരുന്ന വഴിക്ക് അങ്ങനെ സാഷുവിനെ എടുക്കും. എനിക്ക് ആഫ്റ്റർനൂൺ മീറ്റിംഗ്സ് ഒന്നും ഇല്ല, ഉണ്ടെങ്കിൽ ഞാൻ എടുക്കില്ല. മീറ്റിംഗ്സ് ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് എനിക്കിനി സാഷുവിനും കൂടെ പിക്ക് ചെയ്തിട്ട് മതി വീട്ടിലേക്ക് വരാൻ. എന്നാൽ ഒരു ഡ്രൈവിംഗ് പരിപാടിയും കൂടെ ഒന്നും നിൽക്കൂല. ഓക്കെ ലെറ്റ്സ് ഗോ. സാനു എത്തിയിട്ടുണ്ട് കേട്ടോ. സാനു വേഗം ചേഞ്ച് ചെയ്യണം, അവർക്ക് ഡാൻസിൻ്റെ യൂണിഫോമൊക്കെ ഇടാണ്ടേ. ഞാനപ്പോഴത്തേക്ക് സാധനങ്ങളൊക്കെ വണ്ടി കയറ്റിയിട്ട് കയറി ഇരിക്കുകയാണ്. ഇനി നമുക്ക് പതുക്കെ അവിടെ ഒന്ന് കൊണ്ടാക്കാം. സാനുമണീനെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവളുടെ ഡാൻസ് ക്ലാസ് ഇവിടെയാണ്. അവൾ പോവാണ്. എന്നോട് ബായൊക്കെ പറയാം. ഓക്കെ, നമുക്കിനി ഇവിടുന്ന് പതുക്കെ ഇറങ്ങാം. ഇനി നമുക്ക് പോയിട്ട് നമ്മുടെ വീരപ്പനെ പോയിട്ട് പിക്ക് ചെയ്യാം കേട്ടോ. ഞാനൊരു ദിവസം എത്ര വണ്ടി ഓടിക്കണമെന്ന് ഞാൻ ആലോചിക്കാം. അതും വണ്ടി ഓടിക്കാൻ ഇഷ്ടമില്ലാത്ത ആൾ കേട്ടോ. ഞാൻ ശരിക്കൊരു ഊബർ ഡ്രൈവറായിട്ട് ജനിക്കേണ്ടതായിരുന്നു. ബിക്കോസ് ആ പരിപാടിയാണ് എനിക്ക് കൂടുതലും ഇപ്പോൾ എൻ്റെ ഒരു വർക്ക് ഫ്ലോ വെച്ച് സൂട്ടാവണം. എനിവേസ് നമുക്ക് ചെറുതിനെ പോയി എടുക്കാം. ഒരു സന്ധ്യ നേരത്തേക്കാണ് പോയി എടുത്താൽ അതെന്നോട് അവിടെ ഇരുത്തിപ്പിക്കും കേട്ടോ. ഭക്ഷണം കഴിക്കണ സമയമാണ്, സ്നാക്സ് വരും, അത് കഴിച്ചിട്ട് പോയാൽ മതി. ഭക്ഷണവും കഴിച്ച് കല്യാണക്കുറിയും കഴിച്ചിട്ട് പോയാൽ മതി എന്നുള്ളൊരു അവസ്ഥയാണ്. കരോളി എടുത്തിട്ടുണ്ട് ചിന്നപ്പനെ. വീരപ്പൻ എല്ലായിടത്തും ചാടി. ഈ മൂക്കുത്തി വീഴേണ്ട കുട്ടി, ഇവിടെ വരൂ കുടുംബത്തൊക്കെ കയറണ്ടേ. മതി ചാടിയത് വണ്ണല്ല, എത്ര ജമ്പായി. വരൂ, അതാ ഷൂസൊക്കെ പോണു. ഇവിടെ വരൂ കുട്ടി. തണുക്കണടാ. എടാ എത്ര ജമ്പായി, വാടാ, എനിക്ക് തണുക്കണടാ. തണുത്ത കാറ്റ്. എടാ വാടാ, എനിക്ക് പോയി പണിയുണ്ട് പെണ്ണേ. വാ. വയ്യ എന്റെ ബേ തണുക്കണേ. കുഞ്ഞപ്പനൊരു വിധത്തിൽ കയറ്റിയുണ്ട്. അതിനവിടെ കിടന്ന് കളിക്കണം. എന്നിട്ട് പറയാം നടന്ന് വന്നോളാം, അമ്മ പൊക്കോളാം എന്നോട് പറയാത്. ഓക്കെ, നല്ല കുപ്പടായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കതിനെ ശക്തമായി തേച്ചൊരച്ച് കുളിപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് കുളിക്കാൻ. കഴിഞ്ഞിട്ട് വേണം എനിക്ക് എൻ്റെ ബാക്കി പണി തീർക്കാൻ. പിന്നെ നമുക്ക് ഇനിയും പണിയുണ്ട്. നമുക്കിനി ഡിന്നർ ഉണ്ടാക്കാണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം സാനുവിനെ പോയി പിക്ക് ചെയ്യാൻ രാത്രി. ഓക്കെ ലെറ്റ്സ് ഗോ. ഓക്കെ ഗൈസ്, എൻ്റെ ലഞ്ച് ബ്രേക്കിലാണ് കേട്ടോ. അപ്പം ഞാൻ പോയിട്ട് സാനുവിനെ ഡ്രോപ്പ് ചെയ്തതും സാഷുവിനെ പിക്ക് ചെയ്തതും ഒക്കെ. ഇനി ഒരു 10 മിനിറ്റ്സ് കൂടി ഉണ്ട്. 1 hour ലഞ്ച് ബ്രേക്കാണ്. ഇനി ഒരു 10 മിനിറ്റ്സ് ഒക്കെ ഉണ്ട്. എൻ്റെ കമ്പനിയിൽ ആക്ച്വലി അവരത്ര അങ്ങനെ ടൈം സ്ട്രിക്റ്റ് ഒന്നുമല്ല. അഗൈൻ ഇന്ന് രാവിലെ നമ്മൾ നേരത്തെ എനിക്ക് മീറ്റിങ്ങിനൊക്കെ ചെയ്തതല്ലേ. ഇപ്പോൾ യൂഷ്വലി എന്നോട് എങ്ങനെയാണ് പറയുക, അവർ എൻ്റെ മാനേജർ തന്നെ പറയും 1 hour മുമ്പേ സ്റ്റാർട്ട് ചെയ്തല്ലേ, 1 hour നേരത്തെ ഫിനിഷ് ചെയ്തോ എന്നൊക്കെ പറയും. ഞാനങ്ങനെ ചെയ്യാറില്ല. ബിക്കോസ് എനിക്കെന്തോ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു വിഷമമാണ്. ബിക്കോസ് ഞാൻ വേറെ കുറേ സമയത്ത് എനിക്ക് അങ്ങനെ ഫ്ലെക്സിബിലിറ്റി ആവശ്യമുള്ളതുകൊണ്ട് ഈ ഒരു 1 hour നേരത്തെ മീറ്റിങ്ങിന് നീറ്റു എന്നുള്ളത് വിചാരിച്ചിട്ട് നേരത്തെ ഫിനിഷ് ചെയ്യാൻ എനിക്ക് തോന്നാറില്ല. നമ്മളിപ്പോൾ ഇത്രയും ബെനിഫിറ്റ് നമുക്ക് കിട്ടണതല്ലേ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഇത് വേണമല്ലോ. എനിവേസ്, അപ്പോൾ പക്ഷേ എനിക്ക് കുറച്ചുകൂടെ ടൈം ഉണ്ട് എൻ്റെ ലഞ്ച് ബ്രേക്കിന്. അപ്പോൾ ഐ തോട്ട് ഐ മൈറ്റ് ആസ് വെൽ ഒരു സെക്കൻഡ് പോലും നമ്മൾ വേസ്റ്റ് ചെയ്യരുതല്ലോ. ഐ എം ഗോയിങ് ടു മേക്ക് യൂസ് ഓഫ് ദ ടൈം. അപ്പോൾ ചെറുതിനെ കൊണ്ടുവന്നിട്ട് ഇപ്പം തന്നെ അതിനെ കുളിപ്പിക്കാൻ കയറ്റണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അത് നിന്ന് തരുന്നില്ല. ഇനി വിശക്കുന്നുണ്ട്, പാല് വേണം പറഞ്ഞു. അപ്പം ഞാൻ പാല് കൊടുത്തിട്ട് ആ സോഫയെ കിടന്നിട്ട് അത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓരോ കഥകളൊക്കെ പറയേണ്ടായത് ഇത്രയും നേരം. ആ നേരം കൊണ്ട് ഞാൻ ക്വിക്കലി നമ്മുടെ ദേശീയ ഭക്ഷണമായ മത്തം വെച്ചിട്ട് ചെറിയൊരു മൊളൂഷ്യം രാത്രിക്ക് കേട്ടോ. ഇന്ന് അധികം ടൈം എനിക്ക് വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല അടുക്കളയിൽ. സോ ഒരു ക്വിക്ക് മൊളൂഷ്യവും ഞാൻ ചോറും വേഗം വെച്ചിട്ട് പിന്നെ ചിക്കൻ ഇരിക്കുന്നുണ്ടല്ലോ, ഞാൻ പുറത്ത് വെച്ചിരുന്നു, അതിനൊന്നും ഉണ്ടാക്കുക വേണ്ടു. രാത്രി കഴിക്കാറാകുമ്പോൾ ചെയ്താൽ മതിയല്ലോ അത്. അപ്പോൾ അതാണ് എൻ്റെ ഒരു പദ്ധതി. ആൻഡ് ദെൻ കുറച്ച് പാത്രം മോറാണ്ട്, അതിന് ലേറ്റ് ആയാലും കുഴപ്പമില്ല. നമുക്ക് രാത്രി പാതിരയ്ക്ക് പാത്രങ്ങളൊക്കെ സോർട്ട് ചെയ്താലും വേണ്ടില്ലല്ലോ. സർട്ടൻ തിങ്സ് ഹാവ് ടു ബി ഡൺ അറ്റ് സർട്ടൻ ടൈംസ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ബാക്കി ഒരു ഇത്തിരി കൂടെ പണി ഇന്ന് പറ്റുന്നത് തീർക്കണം എന്നുണ്ട്. അത് കഴിഞ്ഞ് ചെറുതിനൊന്ന് കുളിപ്പിക്കാം. ഓക്കെ, തൽക്കാലം ജയ് ഹനുമാൻ. ഒരു വിധത്തിൽ ചെറുതിനെ കുളിപ്പിച്ചു. എന്നിട്ട് അവിടെ ഞാൻ പുറത്ത് ബെഡ്റൂമിൽ തന്നെ ഇരുത്തി കാർട്ടൂണൊക്കെ ഒന്ന് വെച്ച് കൊടുത്തപ്പോൾ ഇരുന്നു അത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരുന്നിട്ട് ഞാൻ വേഗം പോയി കുളിച്ചു. രാവിലെ ഞാൻ തുടങ്ങിയതാണ് കുളിക്കാനുള്ള ശ്രമം. ഇപ്പോൾ വൈകുന്നേരമായിട്ട് നടന്ന 6 മണി.
അപ്പോഴാണ് നടന്നത്. ഈ തണുപ്പാവണേന് മുന്നേ കുളിക്കണം എന്നാണ്. അതാണ് ഞാൻ രാവിലെ ഉച്ചയ്ക്കൊക്കെ കുളിക്കാൻ നോക്കണത്. നടക്കണില്ല, ചില സമയത്ത് അത് നടക്കില്ല. അങ്ങനത്തെ ഒരു ദിവസമായി പോയിരുന്നു കേട്ടോ. ബട്ട് സ്റ്റിൽ കുറേ പരിപാടികൾ നടന്നു. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ എത്ര തിരക്കായിരുന്നു ഒരു ദിവസം എന്ന്. സോ വർക്ക് ഫ്രം ഹോം ഇസ് ഡെഫിനറ്റ്ലി ബെനിഫിഷ്യൽ. പക്ഷെ നമ്മൾ ഐ തിങ്ക് സബ് കോൺഷ്യസ്ലി നമുക്കന്നെ തോന്നുമല്ലോ, ഞാൻ വീട്ടിലുണ്ടല്ലോ, ഇപ്പോൾ സുള്ളിപ്പോൾ എത്തുമ്പോൾ ഈസിലി 7:45 8 ആയിട്ട് എത്താറുള്ളൂ എന്നും. അപ്പോൾ നമുക്ക് തോന്നും സാരില്ല, ഞാൻ വീട്ടിലുണ്ടല്ലോ എന്ന് തോന്നി നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യാൻ ഫിറ്റാക്കാൻ നോക്കും. അങ്ങനെയാണ് കുറച്ചൊരു ബേൺ ഔട്ട് ഒക്കെ വരാറ്. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ചോറും വെച്ചിരുന്നു, കൂട്ടാൻ വെച്ചു, കുറച്ച് ഉപ്പേരി ഇരിക്കുന്നുണ്ട് ഫ്രിഡ്ജിൽ. പിന്നെ കുറച്ച് ചിക്കൻ പുറത്ത് മാറ്റി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് വറക്കണം. ചിക്കൻ ഫ്രൈയും കൂടെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. യു നീഡ് സം കംഫർട്ട് ഫുഡ് ഇങ്ങനെ ഓട്ടമുള്ള ദിവസങ്ങൾ, റൈറ്റ്? അപ്പോൾ സുനിലെന്നെ പറ്റാത്ത കാര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും ഫിസിക്കലി ഹീസ് നോട്ട് അറൗണ്ട് മച്ച്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. ബട്ട് നമ്മളത് കവറപ്പ് ചെയ്യണത് ബിക്കോസ് ഐ എം ഏബിൾ ടു വർക്ക് ഫ്രം ഹോം. 6 മണിയായി, ഒരു 6:30 ആകുമ്പോൾ എനിക്ക് ഇറങ്ങണം. സാനുവിനെ പിക്ക് ചെയ്യാൻ, അവളുടെ ഡാൻസ് കഴിയും. 3 hours ഡാൻസാണ്, അത് കഴിയും. ആൻഡ് ദെൻ ഐ ഹാവ് ടു ഗോ പിക്ക് ഹർ അപ്പ്. ചെറുതിനെ ഞാൻ കുളിപ്പിച്ച് അവിടെ ഇരുത്തി ആപ്പിളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ വന്നത് ആ വിളക്കൊക്കെ ഒന്ന് കൊളുത്തി, അപ്പോഴത്തേക്ക് ചോറൊക്കെ റെഡിയായി. ചോറൊക്കെ അതാ വാർത്ത് അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ കൂട്ടാനിലേക്കൊന്ന് ഇതും കടുകും മുളകും കറിവേപ്പിലൊക്കെ ആയിട്ടൊക്കെ ഒന്ന് വറുത്തിട്ടും ഒന്ന് ടെമ്പറിങ് അല്ല എന്ന് പറയാം, വറുത്തിടല്ലേ, അതും കൂടെ ഇങ്ങോട്ട് ചെയ്യാൻ വേണ്ടു. ബാക്കി ഇനിയിപ്പോൾ നമുക്ക് സാനുവിനെയൊക്കെ പിക്ക് ചെയ്തിട്ട് വീട്ടിൽ വന്ന് ബാക്കി വിശേഷങ്ങൾ പറയാം. ആടാ ചെറുതാണ് കേട്ടോ, ഇവിടെ ഉണ്ട്. ഓക്കേടാ. നമ്മൾ സാനുവിനൊക്കെ പിക്ക് ചെയ്തിട്ട് അവൾ കുളിക്കാൻ കയറിയിരിക്കുകയാണ് കേട്ടോ. ചെറുത് ഇവിടെ കിടന്ന് കളിക്കുന്നുണ്ട്. സോ നമ്മുടെ ഡിന്നറൊക്കെ റെഡിയാണ്. ഇനിയിപ്പോൾ ആ ചിക്കൻ ഒന്ന് വറക്കണം, അത്രയേ ഉള്ളൂ. കാര്യമായിട്ട് ഇനി പരിപാടിയൊന്നുമില്ല. സുനിലിപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്, എത്തും ഉടനെ. രാത്രി ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കുക, ഒന്ന് വേഗം കിടന്ന് ഉറങ്ങണം. ബിക്കോസ് നേരത്തെ 5 മണിക്ക് എനിക്ക് തുടങ്ങിയതല്ലേ. അവിടെ ഒരാൾ വിക്രസ് കളിക്കുന്നുണ്ട് കേട്ടോ. അത് ഒരാവശ്യമില്ലാണ്ട് കുറേ കുക്കീസൊക്കെ എടുത്തിരുന്ന് കഴിച്ചു. ഇനിയിപ്പോൾ മധുരം കഴിച്ചാൽ പിന്നെ കുറച്ച് ഹൈപ്പറും ആവും, ഭക്ഷണവും കഴിക്കാൻ വൈകും. അപ്പോൾ ലെറ്റ് സി ഹൗ ദാറ്റ് ഗോസ്. വേറെ പരിപാടികളൊന്നുമില്ല. അന്ന് കണ്ണിൻ്റെ കുറച്ച് ഡിസ്കംഫേർട്ട് ഉണ്ട്, അതുകൊണ്ട് പിന്നെ വേറെ സ്കിൻ കെയറോ പരിപാടികളൊന്നും ഇനിയിപ്പോൾ ചെയ്യണില്ല. ഞാൻ ജസ്റ്റ് ഐ എം ട്രൈങ് ടു അവോയ്ഡ് എവറിത്തിങ് ഓൺ മൈ സ്കിൻ. വെറുതെ എക്സാജറേറ്റ് അല്ല, അതിനെ അഗ്രവേറ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് കണ്ണിൻ്റെ ഇത് കേട്ടോ. അതുകൊണ്ട് വേറെ ഒന്നും തേക്കണില്ലേ, വെളുക്കാൻ തേച്ചത് പാണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട്. ഓക്കെ, ഓൾറൈറ്റ് ഗൈസ്, ദാറ്റ്സ് ഓൾ ഫ്രം മീ. ഐ ഹോപ്പ് യു എൻജോയ്ഡ് വാച്ചിങ് മൈ ഡേ ഇൻ മൈ ലൈഫ് വർക്കിംഗ് ഫ്രം ഹോം. പ്രോസേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ. കോൺസ് ആർ വെരി വെരി ലിറ്റിൽ. ഇറ്റ് റിയലി ഹെൽപ്സ് അവർ ഫാമിലി, ഐ ഫീൽ. സോ ദാറ്റ്സ് ഇറ്റ്. വീഡിയോ കണ്ട എല്ലാവരും പ്ലീസ് മറക്കാതെ ഷെയർ, സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് കോമെൻറ്റ്. ഇനിയും കുറേ വീഡിയോസ് വരുന്നുണ്ട്. So until we see you in the next video, this is bye from Shruti and bye from Sinwari. See you guys. Say bye. Say bye. Say thank you. Thank you. And say I love you. Love you. Bye guys. Bye.